ഹലോ എവ്രി വൺ, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്ന് 3 ദിവസത്തേക്കുള്ള ഒരു സോളോ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഞാൻ പോകുന്നത് ആന്ധ്രാപ്രദേശിലേക്കാണ്. അവിടെയുള്ള 3 വ്യത്യസ്തമായ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനാണ് പോകുന്നത്. ഇത്തവണ ഞാൻ രാസ്ത എന്ന് പറയുന്ന ഒരു ടൂർ കമ്പനിയുടെ കൂടെയാണ് യാത്ര ചെയ്യുന്നത്. S1 ആണ് എൻ്റെ കോച്ച് അടുത്തെത്തി. ഞാൻ ഉള്ളിൽ കയറി. രാസ്തയോടൊപ്പം തന്നെ യാത്ര ചെയ്യുന്ന നിസാം എന്ന് പറയുന്ന കൂട്ടുകാരൻ ആ കോച്ചിലുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ചു നേരം വർത്തമാനം പറഞ്ഞൊക്കെ ഇരുന്നു. അങ്ങനെ പതിയെ സന്ധ്യയായി. ബർത്തിലേക്ക് കയറി ആഹാരമൊക്കെ കഴിച്ചിട്ട് ഉറങ്ങാനായിട്ട് കിടന്നു. പിറ്റേന്ന് കാലത്ത് എഴുന്നേറ്റ് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണിത്. ആന്ധ്രാപ്രദേശിലെത്തിയെന്ന് മനസ്സിലായി. വിശാലമായി പരന്നു കിടക്കുന്ന കൃഷിയിടങ്ങൾ. എനിക്ക് പെട്ടെന്ന് തോന്നിയൊരു സംശയം, ഇവിടുത്തെ കൃഷിയൊന്നും പന്നി നശിപ്പിക്കാറില്ല എന്നാണ്. കാരണം എല്ലായിടത്തും ഒരു ഫെൻസിങ് ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റിസർവോയറിലെ വെള്ളം ഉയർന്നിട്ട് മുങ്ങിപ്പോയ ഒരു ഗ്രാമപ്രദേശമാണ്. ഇവിടെയുള്ള ആൾക്കാരെ പിന്നീട് മാറ്റി പാർപ്പിച്ചു എന്ന് എൻ്റെ അടുത്തിരുന്ന പോലീസുകാരൻ പറഞ്ഞു. വർത്തമാനം പറഞ്ഞ് എങ്ങോട്ടാണ് ഞാൻ പോകുന്നതെന്ന് നിങ്ങളോട് പറയാൻ വിട്ടുപോയി. ആന്ധ്രാപ്രദേശിലെ 3 സ്ഥലങ്ങളാണ് ഞാൻ പോകുന്നത്. കടപ്പ ജില്ലയിലുള്ള ദ ഗ്രാൻഡ് കാന്യോൺ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഗണ്ടിക്കോട്ട, പിന്നെ യാഗണ്ടി, ബേലം ഗുഹകൾ. ప్రయాణికులకు విజ్ఞప్తి, ట్రైన్ నంబర్ 20955. അങ്ങനെ ഞങ്ങൾ കാലത്ത് 8 മണി കഴിഞ്ഞപ്പം താടിപത്രിയിലെത്തി. നമുക്ക് പോകേണ്ട സ്ഥലത്തിൻ്റെ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള റെയിൽവേ സ്റ്റേഷനാണിത്. ഇത് കമ്പാരിറ്റീവ്ലി ഒരു വലിയ റെയിൽവേ സ്റ്റേഷനാണ്, എന്നാൽ കാമൻ കോയറ്റും കൂടെയാണ്. ഒരു 4 ട്രാക്ക് പാരലായിട്ട് പോകുന്നുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ ടീം. കുറച്ച് പേര് കയറിപ്പോയി സ്റ്റെപ്പ്. എല്ലാവരെയും ഒന്നും പരിചയമൊന്നുമില്ല, ആരും പരിചയപ്പെട്ടില്ല. ഞാൻ അവരുടെ കൂടെ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് വേണ്ടിയിട്ടുള്ള വണ്ടി പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഇതാണ് താടിപത്രി റെയിൽവേ സ്റ്റേഷൻ്റെ മുൻഭാഗം. ഇവിടെ കുറച്ച് ടാക്സികളും ബൈക്കൊക്കെ കിടക്കുന്നുണ്ട്. നമുക്കുള്ള വണ്ടി ഇവിടെ റെഡിയായി നിൽപ്പുണ്ട്. 2 വണ്ടികളാണുള്ളത്. ഞങ്ങൾ മൊത്തം 21 പേരാണുള്ളത്. അപ്പോൾ ഈ വണ്ടിയിൽ ഞങ്ങൾ കയറി. ഞങ്ങളുടെ കോർഡിനേറ്റർ ഷെറിൻ ബഷീർ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുകയാണ്. അവിടുന്ന് ഞങ്ങൾ ഫ്രഷപ്പ് ആവാനായിട്ട് ശിവ സായിറാം എന്ന് പറയുന്ന റെസിഡൻസിയിലേക്ക് പോയി. എല്ലാവരും ഫ്രഷപ്പ് ആയിട്ട് പതിയെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് തിരികെ ഇറങ്ങി. ഇവിടെ ഞാൻ കണ്ടൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇവിടെ പാചകം ചെയ്യുന്നതും സെർവ് ചെയ്യുന്നതും ക്യാഷ് വാങ്ങുന്നതും എല്ലാം സ്ത്രീകളാണ്. അവരെ അസിസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് പുരുഷന്മാരുണ്ടെന്ന് മാത്രം. ഒരു ഫീമെയിൽ ഡോമിനേറ്റഡ് സൊസൈറ്റി പോലെ എനിക്ക് തോന്നിയത്. ഇത് മസാല ദോശ ഉണ്ടാക്കുകയാണ്. നമ്മുടെ നാട്ടിലെ മസാല ദോശയിൽ നിന്ന് വ്യത്യസ്തമാണ് ഇവരുണ്ടാക്കുന്നത്. അതുകൊണ്ടൊന്ന് ക്യൂരിയോസിറ്റി കൊണ്ടൊന്ന് നോക്കി നിന്നതാണ്. നല്ല എരിയാണ് എല്ലാ സാധനത്തിനും ഇവർ ചേർക്കുന്നത്. സ്വല്പം മുളക് ചമ്മന്തി അതിൽ തേച്ചു. ഇപ്പോൾ ഉഴുന്നിൻ്റെ പൊടി ഇടുകയാണ്. അതിനുശേഷം ആണ് മസാല അതിൽ ഇടുന്നത്. വലുപ്പം ഇത്തിരി കുറവാണ് നമ്മുടെ നാട്ടിലത്തെ മസാല ദോശയെക്കാട്ടിലും. അങ്ങനെ ചൂടോടെ മസാല ദോശ ഉണ്ടാക്കി പാത്രത്തിലോട്ട് അവർ വിളമ്പിക്കൊണ്ടിരിക്കുക. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നല്ലതായി അന്നത്തെ ദിവസം നല്ലതാവുമെന്നാണ് പൊതുവെ പറയപ്പെടുന്നത്, അല്ലേ? അപ്പം നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയാൽ നന്നായിരുന്നു. പക്ഷേ ഞാൻ മസാല ദോശ അല്ല ഓർഡർ ചെയ്തത്. എനിക്ക് വയറിന് ഒരു ചെറിയ പേടിയുള്ളതുകൊണ്ട് ഞാൻ ഇഡ്ഡലി മതി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ എനിക്കുള്ള ഇഡ്ഡലി പതിയെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഇഡ്ഡലി വന്നു, കൂടെ വടയുണ്ട്. ഞാൻ പതിയെ ഇതൊന്ന് അകത്താക്കട്ടെ. കുഴപ്പമില്ല, ഇത്തിരി റവയും ഉഴുന്നും കൂടുതലാണെന്ന് മാത്രം. എനിക്ക് തോന്നുന്നു ഇവിടെ ഉഴുന്നിൻ്റെയൊക്കെ കൃഷി നന്നായിട്ടുള്ളതുകൊണ്ട് നന്നായിട്ട് തട്ടിയിട്ടുണ്ട് ഉഴുന്ന്. ചായക്കപ്പിൻ്റെ വലുപ്പം കണ്ടപ്പോൾ എല്ലാവരും ഒന്ന് വണ്ടടിച്ചു പോയി. ഒരു സിപ്പ് എടുത്തപ്പോൾ സംഗതി മാറി. സൂപ്പർ ചായ. ഇവിടെ എല്ലായിടത്തും വീടിൻ്റെയും കടയുടെയും ഒക്കെ മുമ്പിൽ നമ്മൾ കൽപ്പാത്തി കണ്ടതുപോലെ ഈ കോലം എഴുതുന്ന പരിപാടിയുണ്ട്. മുൻപിൽ ചാണകം മെഴിയതിന് ശേഷം ഈ അരിമാവ് കൊണ്ട് നല്ല ഭംഗിയുള്ള കോലങ്ങൾ എഴുതുക. താടിപത്രി ടൗൺ ഇങ്ങനെ ഉണർന്നു വരുന്നതേ ഉള്ളൂ. വണ്ടികളൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷനായ ബേലം കേവിലേക്കുള്ള യാത്ര ആരംഭിച്ചു. വളരെ ഡസ്റ്റ് നിറഞ്ഞ ഒരു അന്തരീക്ഷമാണ് ഇവിടെ. കാരണം ധാരാളം ഈ കടപ്പയുടെ ക്വാറിയും അതേപോലെ ഗ്രാനൈറ്റിൻ്റെ ക്വാറിയൊക്കെ ഈ മേഖലയിലുണ്ട്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ അൾട്രാടെക്കിൻ്റെ സിമെൻറ്റ് ഫാക്ടറിയാണ്. ഇപ്പോൾ ഞങ്ങളിങ്ങനെ വന്ന വഴിക്കാണ് കുറച്ച് ട്രാൻസ്ജെൻഡേഴ്സ് അവിടെ നിന്നിട്ട് വണ്ടി തടഞ്ഞു നിർത്തിയിട്ട് പൈസ പിരിച്ചുകൊണ്ടിരിക്കുന്നു. ഇവരെ കാണുമ്പോൾ സങ്കടം തോന്നുന്നു. കാരണം ഇവർക്ക് അന്തസ്സോടെ ജീവിക്കാനായിട്ട് സമൂഹം അനുവദിക്കുകയാണെങ്കിൽ ഇവർക്ക് ഇങ്ങനത്തെ പണിയൊന്നും ചെയ്യാതെ അധ്വാനിച്ച് ജീവിക്കാൻ പറ്റില്ലേ? എന്നാൽ നമ്മുടെ സമൂഹം ഇവരെയൊക്കെ അംഗീകരിക്കുന്നതെന്ന് ഞാനിങ്ങനെ ആലോചിച്ചു. വീണ്ടും വണ്ടി ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാണുന്നിടത്തെല്ലാം ധാരാളം കൃഷിനിലങ്ങളാണ് ഉള്ളത്. നല്ല ഫലഭൂയിഷ്ടമായ പ്രദേശമാണ്. അങ്ങനെ ഞങ്ങൾ ബേലം കേവിൻ്റെ ഗേറ്റിന് മുൻപിലെത്തി.
ഇവിടെ പാർക്കിങ്ങിനൊക്കെ വളരെ വിശാലമായ ഏരിയ ഉണ്ട്. വലിയൊരു ഏരിയ ഇവർ മതിൽ കെട്ടി പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെയൊക്കെ അടിയിൽ കൂടെ ആയിരിക്കും ഈ ഗുഹ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇവിടേക്ക് 70 രൂപയാണ് അഡൾട്ട്സിന് എൻട്രി ഫീ. കുട്ടികൾക്ക് 5 മുതൽ 10 വയസ്സ് വരെ ഉള്ളവർക്ക് 50 രൂപ ഫീസും അടയ്ക്കണം. ക്യാമറയ്ക്കൊന്നും ഇവിടെ ഫീസില്ല. രാവിലെ 10 മുതൽ 4:30 വരെയാണ് ഇത് ഓപ്പൺ ആയിട്ടുള്ളത്. 5:30 ആകുമ്പോഴത്തേക്കും ഗുഹ അടയ്ക്കുകയും ചെയ്യും. ഈ ബുദ്ധൻ്റെ പ്രതിമ വെറുതെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതല്ല. ആന്ധ്രാപ്രദേശിൽ ബുദ്ധിസത്തിന് വലിയൊരു സ്വാധീനം തന്നെ ഉണ്ടായിട്ടുണ്ട്. ഈ ഗുഹകളുടെ ഉള്ളിൽ നൂറ്റാണ്ടുകൾക്ക് മുൻപ് ബുദ്ധിസ്റ്റ് സന്യാസിമാർ വസിച്ചിരുന്നുവെന്നാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ റെക്കോർഡ്സ് അനുസരിച്ച് പറയുന്നത്. അതായത് ഈ ഗുഹയിൽ നിന്നും എക്സ്കവേഷനിൽ കൂടെ കണ്ടെത്തിയിട്ടുള്ള പാത്രങ്ങളും അതേപോലെ ശിലാലിഖിതങ്ങളും ഒക്കെ 4500 BC പഴക്കമുള്ളതാണ്. അതെല്ലാം ബുദ്ധിസ്റ്റ് ഉപകരണങ്ങളായിരുന്നു എന്നാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പറയുന്നത്. ബേലം കേവ്സിൻ്റെ ഒരു മാപ്പ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഈ വെള്ള നിറത്തിൽ കാണുന്ന ഭാഗം മാത്രമാണ് സഞ്ചാരയോഗ്യമായിട്ടുള്ളത്. അതിൻ്റെ അങ്ങേ അറ്റമാണ് പാതാളഗംഗ എന്ന് പറയുന്നത്. അവിടെ ഒരു നീരുറവയുണ്ട്. അവിടെ വരെ മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. മൊത്തം ഇതിൻ്റെ നീളം 3.5 കിലോമീറ്ററാണ് എക്സ്കവേറ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ 1.5 കിലോമീറ്റർ മാത്രമാണ് ജനങ്ങളെ കടത്തിവിടുന്നത്. 2002 ഈ ഗുഹ പൊതുജനങ്ങൾക്കായിട്ട് തുറന്നു കൊടുത്തത്. ബേലം കേവ്സിന് ഒരു വലിയ ചരിത്രം തന്നെ പറയാനായിട്ടുണ്ട്. ഇതാണ് കേവിൻ്റെ എൻട്രൻസ്. എല്ലാവരും അവിടെ ഇങ്ങനെ എൻട്രിക്കായിട്ട് കാത്തു നിൽക്കുക. ഞങ്ങളുടെ ടീം ഒരു ഫോട്ടോയൊക്കെ അതിന് മുമ്പിൽ നിന്ന് എടുത്തു. ഗുഹയിലേക്ക് ഇറങ്ങാനായി 2 കുഴികളാണുള്ളത്. സർക്കാർ ഏറ്റെടുത്തതിന് ശേഷം വലിപ്പം കൂട്ടിയിട്ടുള്ളതാണ് ഈ കുഴികളൊക്കെ. അതിൽ ആദ്യത്തെ കുഴിക്ക് ഉള്ളിൽ കൂടെയാണ് നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് ചെല്ലുന്നത്. ഈ സ്റ്റെപ്പ് കോൺക്രീറ്റും ഇരുമ്പും ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ളതാണ്. ഉള്ളിൽ കല്ല് പാകിയ നടപ്പാതയുണ്ട്. അത് സർക്കാർ ഏറ്റെടുത്തതിന് ശേഷം ചെയ്തിട്ടുള്ളതാണ്. ഞങ്ങളുടെ ടിക്കറ്റ് വന്നിട്ടുണ്ട്. ഞാൻ പതുക്കെ ഗുഹയ്ക്കുള്ളിലേക്ക് ഇറങ്ങാൻ പോവാണ്. ഇവിടെ ചെറുതായി ഒന്ന് കുനിയാതെ അകത്തേക്ക് കടക്കാൻ പറ്റില്ല. ഇതാണ് നമ്മൾ പുറത്തു നിന്നപ്പോൾ കണ്ട 2ാമത്തെ കുഴി. വലിയ വിശാലമായ ഒരു ഹാള് പോലെ, പന്ത് കളിക്കാൻ സ്ഥലമുള്ളത് പോലെ തോന്നുന്നു. ഒരു ഹൊറർ മൂഡ് ഉണ്ടാക്കാനാണോ എന്തോ DJ ലൈറ്റൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് ഇതിൻ്റെ ഭംഗി കെടുത്തിക്കളഞ്ഞോ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിശക്തമായി വെള്ളം ഒഴുകി ഒഴുകി ഉണ്ടായ പാടുകൾ പോലെയുള്ള വരകൾ ഈ പാറകളിൽ നമുക്ക് കാണാൻ പറ്റും. ബേലം ഗുഹയുടെ പുറകിൽ ഒരു വലിയ ചരിത്രം ഒളിഞ്ഞുകിടപ്പുണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അതിപ്പോൾ പറയാം. ആന്ധ്രാപ്രദേശിലെ രായലസീമ മേഖലയിലെ നന്ദ്യാൽ ജില്ലയിലാണ് ഈ ബേലം ഗുഹകളുള്ളത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ 2ാമത്തെ ഗുഹയാണിത്. ആദ്യത്തെ ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? മേഘാലയയിലെ ക്രൈം ലിയാങ് പ്ര ആണത്. അത് ഏകദേശം 10 കിലോമീറ്ററിലധികം ഉള്ള ഒരു ഗുഹയാണ്. ഉള്ളിലേക്ക് ചെല്ലുന്തോറും ഗുഹ വീതി കുറഞ്ഞാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ചില ഭാഗങ്ങളിൽ ഒരാൾക്ക് കഷ്ടിച്ച് നടക്കാനുള്ള വീതി മാത്രമേ ഉള്ളൂ. വെള്ളം വർഷങ്ങളായി അരിച്ചിറങ്ങി ചുണ്ണാമ്പുകല്ലും ജിപ്സവും ക്വാർട്സും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് അപ്രത്യക്ഷമായ ചിത്രാവതി നദി ആയിരക്കണക്കിന് വർഷം മുൻപ് ഭൂമിക്കടിയിലൂടെ ഒഴുകിയതിനെ തുടർന്നാണ് ഈ ഗുഹ രൂപപ്പെട്ടത് എന്ന് പറയപ്പെടുന്നു. ഗുഹയുടെ മൊത്തം നീളം 3229 മീറ്ററാണ്. ഏറ്റവും ആഴമേറിയ പാതാളഗംഗ ഭാഗത്തിന് 45 മീറ്റർ താഴ്ചയുമുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഉണ്ടാവും വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത്.
1888 ബ്രിട്ടീഷ് സർവേയറായിരുന്ന റോബർട്ട് ബ്രൂസ് ഫ്രൂട്ടാണ് ആദ്യമായി ഈ ഗുഹ കണ്ടെത്തുന്നത്. എന്നാൽ പിന്നീട് അത് ആരും ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുകയും നാട്ടുകാർ ചപ്പുചവറുകൾ വലിച്ചെറിയുന്നതിനുള്ള ഒരിടമായി ഉപയോഗിക്കുകയും ചെയ്തു പോന്നു. 1982 മുതൽ 84 വരെയുള്ള കാലഘട്ടത്തിൽ ജർമ്മൻ ആർക്കിയോളജിസ്റ്റായ എച്ച് ഡാനിയൽ ഗോബോറിൻ്റെയും ഇന്ത്യൻ ആർക്കിയോളജിസ്റ്റുകളുടെ നേതൃത്വത്തിൽ വീണ്ടും എക്സ്കവേഷൻ നടത്തുകയും 3.5 കിലോമീറ്ററോളം ഏരിയ കണ്ടെത്തുകയും ചെയ്തു. 1988 ആന്ധ്രാപ്രദേശ് സർക്കാർ ഇവിടം സംരക്ഷിത പ്രദേശമായി പ്രഖ്യാപിക്കുകയും ആവശ്യമായ പുതുക്കിപ്പണിയലുകൾ നടത്തുകയും ചെയ്തു. പിന്നീട് 2002 ഇത് ഉദ്ഘാടനം ചെയ്ത് പൊതുജനങ്ങൾക്കായി 1.5 കിലോമീറ്റർ ദൂരം തുറന്നു കൊടുക്കുകയാണ് ഉണ്ടായത്. പ്രധാന കവാടം ഉൾപ്പെടെ 16 വഴികളാണ് ഗുഹയ്ക്കുള്ളിലുള്ളത്. ഇപ്പോൾ ഞാൻ ഈ നടന്നു പോകുന്ന ഈ വഴിയുടെ സൈഡിലായിട്ട് ഒരു ശിലാപാളി മാത്രം മാറിയിരിക്കുന്നു. അതിൽ ധാരാളം ശില്പങ്ങൾ കൊത്തിവെച്ചിട്ടുള്ളതായിട്ട് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്, ചില മുതലയുടെയൊക്കെ രൂപങ്ങൾ. നമ്മളിപ്പം ഗുഹയുടെ അവസാന ഭാഗമായിട്ടുള്ള പാതാളഗംഗയുടെ അടുത്തെത്തിയിട്ടുണ്ട്. അല്പം കുനിഞ്ഞു മാത്രമേ അങ്ങോട്ട് കയറാനായിട്ട് പറ്റുള്ളൂ. പാതാളഗംഗയുടെ അവിടെ ഒരു ശിവലിംഗ രൂപമുണ്ട്. അത് എപ്പോഴും വറ്റാതെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു നീരുറവയാണെന്നാണ് പറഞ്ഞത്. അത് ഭൂമിക്കടിയിലേക്ക് ഒഴുകി ബേലം ഗ്രാമത്തിലുള്ള ഏതോ ഒരു കിണറ്റിൽ പതിക്കുന്നു, അല്ലെങ്കിൽ പെന്ന റിവറുമായിട്ട് തന്നെ കൂടിച്ചേരുന്നു എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ഞാൻ ആ വെള്ളത്തിലൊന്ന് ഇറങ്ങി നിന്നു. എന്നെ അത്ഭുതപ്പെടുത്തിയത് ധാരാളം മീനുകൾ ആ വെള്ളത്തിലുണ്ട്. അതെൻ്റെ കാലിൽ ഇങ്ങനെ ചെറുതായിട്ട് കടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ ഓക്സിജൻ ഇല്ലാത്ത സ്ഥലത്ത് എങ്ങനെയാണ് ഈ മീനുകൾ ജീവിക്കുന്നതെന്നാണ് ഞാൻ അത്ഭുതപ്പെട്ടു പോകുന്നത്. ധാരാളം ഓക്സിജൻ വരുന്ന കുഴലുകൾ ഇതിനകത്തുണ്ട് പുറത്തുനിന്ന്. എന്നാൽ പോലും ഈ ജീവികൾ എങ്ങനെയാണ് ജീവിക്കുന്നതെന്നാണ് ഞാൻ അത്ഭുതപ്പെട്ടു പോകുന്നത്. ഇത് ബനിയൻ ട്രീ ഹാളാണ്. ഓക്സിജൻ കുറഞ്ഞൊരു ഏരിയ ആണ്. ബനിയൻ ട്രീയുടെ ലീഫ് പോലെ താഴേക്ക് ഇങ്ങനെ ലൈം സ്റ്റോൺസ് തൂങ്ങി നിൽക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് വന്നിരിക്കുന്നത്. വലിയൊരു ഹാള് പോലെയാണ്. പുറത്തുനിന്ന് എയർ ആർട്ടിഫിഷ്യലായിട്ട് ഇവിടെ എത്തിച്ച് ബ്ലഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ശബ്ദമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഗുഹ കണ്ടിറങ്ങി ഇനി ലഞ്ചിനുള്ള സമയമാണ്. തൊട്ടടുത്ത് തന്നെ ആന്ധ്രാപ്രദേശ് സർക്കാരിൻ്റെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടെ കയറിയിട്ട് ഞാനൊരു ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. ആന്ധ്രയുടെ ആ ഭാഗത്ത് ബിരിയാണിയൊക്കെ എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയാനാണത് ഞാൻ വാങ്ങിയത്. ഫുഡൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും നല്ല ചാർജായി. നല്ല തട്ടുപൊളിപ്പും ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് എല്ലാവരും എൻജോയ് ചെയ്തു ബസ്സിൽ. ഇനി ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം യാഗണ്ടി ടെമ്പിളാണ്. യാഗണ്ടി ടെമ്പിളിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് വണ്ടി കുതിച്ചു പാഞ്ഞുകൊണ്ടിരുന്നു. യാഗണ്ടി ടെമ്പിളിലും ഗണ്ടിക്കോട്ടയിലും നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടാവില്ലേ?